അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഇൻശിറാഹ് ആമുഖം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഇൻശിറാഹ്. ഈ അധ്യായത്തെ സൂറത്തു ശർഹ് എന്നും പേര് വിളിക്കുന്നു. 8 സൂക്തങ്ങളുള്ള ഈ അധ്യായം മക്കയിലാണ് അവതരിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് സമൂഹത്തിൻ്റെ വഴിവിട്ട സഞ്ചാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം വിഷമിച്ചിരുന്നു. കൊള്ള, കൊല, മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, ആരാധനാരംഗത്ത് അള്ളാഹുവിനെ കൈയൊഴിച്ച് മറ്റു പലതിൻ്റെയും പിറകെ പോകുന്നത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന അവസ്ഥ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഈ അവസ്ഥകളിൽ നിന്നും ജനങ്ങളെ മാറ്റിയെടുക്കാൻ എന്താണ് വഴി എന്നറിയാതെ അള്ളാഹുവിൻ്റെ റസൂൽ ഏറെ പ്രയാസപ്പെട്ടപ്പോൾ വവജദക ളാല്ലം ഫഹദ, അള്ളാഹുവിൻ്റെ പ്രവാചകന് അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ളുഹയിൽ പരാമർശിച്ചത്. അതിനാൽ സൂറത്തുൽ ളുഹയുടെ ജോഡിയായി ഈ അധ്യായം കണക്കാക്കപ്പെടുന്നു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കാണിച്ചു കൊടുത്തതോടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയ അദ്ദേഹം ജനങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു. അതോടുകൂടി ജനങ്ങൾ തങ്ങളിലുണ്ടായിരുന്ന തിന്മകൾ ഒഴിവാക്കുകയല്ല ചെയ്തത്, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് ശത്രുത കാണിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൽ വിശ്വസിച്ച ചുരുക്കം ചില ആളുകളെ കഠിനമായി ദ്രോഹിക്കാനും തുടങ്ങി. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഏറെ വിഷമിപ്പിച്ചു. ഈ സമയത്താണ് അദ്ദേഹത്തിന് സമാശ്വാസമായി, സാന്ത്വനമായി ഈ അധ്യായം അള്ളാഹു അവതരിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും കരുതിയിട്ടില്ലാത്ത അനുഭവമായിരുന്നു പ്രവാചകത്വം ലഭിച്ചതോടെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായത്. റസൂലിനെ ഏറ്റവും ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിച്ച അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ പുകഴ്ത്തിപ്പാടിയിരുന്ന അതേ വിഭാഗം പ്രവാചകനോട് കഠിന ശത്രുതയുള്ളവരായി മാറി. നേരത്തെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന പലരും അദ്ദേഹത്തിൻ്റെ കഠിന വിരോധികളായി മാറി. രക്തബന്ധുക്കളിൽ തന്നെ പലരും അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രബോധന വഴിയിൽ പല പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു അനുഭവം ആദ്യത്തേതായിരുന്നു. തന്നെ ഇഷ്ടപ്പെട്ടവർ അകറ്റുക, വെറുക്കുക, ദ്രോഹിക്കുക, പ്രയാസപ്പെടുത്തുക എന്നതെല്ലാം. അതിനാൽ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ വളരെയേറെ വിഷമിച്ചിരുന്നു. അങ്ങനെ വിഷമിച്ചിരുന്ന ഘട്ടത്തിലാണ് ഈ അധ്യായം അവതരിക്കുന്നത്. ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു ചോദിക്കുന്നത് 3 മഹാനുഗ്രഹങ്ങൾ താങ്കൾക്ക് നാം നൽകിയില്ലേ എന്നാണ്. താങ്കളുടെ ഹൃദയത്തെ അങ്ങേയറ്റം വിശാലമാക്കി, അതുപോലെ താങ്കളുടെ മുതുകിനെ നെരിച്ചുകൊണ്ടിരുന്ന ഭാരത്തെ ഇറക്കി വെച്ചു, താങ്കളുടെ പേരും പെരുമയും കീർത്തിയും എല്ലായിടത്തേക്കും എത്തിക്കുകയും ചെയ്തു. ഈ മഹത്തായ 3 അനുഗ്രഹങ്ങളെ കുറിച്ച് പരാമർശിച്ച ശേഷം അള്ളാഹു പറയുന്നത്, ഈ അവസ്ഥ, ഈ പ്രയാസകരമായ സാഹചര്യം തീർച്ചയായും മാറും. ഉറപ്പായും ഒരു എളുപ്പം താങ്കൾക്ക് വരാനുണ്ട്. സൗകര്യങ്ങളുള്ള ഒരു ഭാവി താങ്കൾക്ക് വരാനുണ്ട്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, വരാനിരിക്കുന്ന കാലമാണ് ഇപ്പോഴുള്ള കാലത്തേക്കാൾ താങ്കൾക്ക് ഉത്തമം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, അള്ളാഹു താങ്കൾക്ക് നൽകും, അപ്പോൾ താങ്കൾ തൃപ്തനാകും എന്ന് സൂറത്തുൽ ളുഹയിൽ പരാമർശിച്ച അതേ കാര്യമാണ് ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന ഈ അധ്യായത്തിലെ 2 സൂക്തങ്ങളിലും പറയുന്നത്. ഈ അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നത് വിശ്രമിക്കാനല്ല, പരിശ്രമിക്കാനാണ്. ഒന്നിൽ നിന്നും വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് പ്രവേശിക്കുക. അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് പോവുക. പുറത്തുള്ള പ്രവർത്തന തിരക്കുകൾ ഒഴിവാകുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും ആരാധന വഴി അവൻ്റെ സാമീപ്യം തേടുകയും നേടുകയും ചെയ്യുക. കൂടെ മറ്റെല്ലാറ്റിനെയും വിട്ടൊഴിവാക്കി താങ്കളുടെ നാഥനിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുക. പ്രവാചകനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അവതരിച്ച, പ്രവാചകന് നൽകിയ പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളെ പരാമർശിച്ച, വളരെ മോഹനമായൊരു ഭാവിയെക്കുറിച്ച് പ്രവാചകന് സുവാർത്ത നൽകുന്ന, പ്രവർത്തന നൈരന്തര്യത്തിന് പ്രേരിപ്പിക്കുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ കൽപ്പിക്കുന്ന ഈ അധ്യായം വളരെ മനോഹരമായി പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും എല്ലാം നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്ന സൗഭാഗ്യവാന്മാരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.